ഇന്ന് രാവിലെയാണ് നടനും സംവിധായകനുമൊക്കെയായ മേജർ രവിയുടെ സഹോദരനും നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമൊക്കെയായ കണ്ണൻ പട്ടാമ്പിയുടെ വേർപാട് വാർത്ത എത്തിയത്. മണിക്കൂറുകൾക്കിപ്പുറം ഇതാ മറ്റൊരു മരണവാർത്ത കൂടിയാണ് എത്തിയിരിക്കുന്നത്. സിനിമാ നടനായ പുന്നപ്ര അപ്പച്ചൻ്റേതാണ് ആ ഞെട്ടിക്കുന്ന വേർപാട്. 77 വയസ്സായിരുന്നുവെങ്കിലും ആരോഗ്യവാനായിരുന്ന അപ്പച്ചന് അപ്രതീക്ഷിതമായുണ്ടായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ അദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിച്ചത്. കുറച്ചു ദിവസമായി വീണ് പരിക്കേറ്റതിനെ തുടർന്ന് നടൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷവും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടായിരുന്നില്ല. തുടർന്ന് തലയിലെ രക്തസ്രാവത്തെ തുടർന്നാണ് ഇപ്പോൾ മരണവും സംഭവിച്ചത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നടനെ മാറ്റുകയും ചെയ്തിരുന്നു. ആലപ്പുഴ പുന്നപ്രയിലാണ് അപ്പച്ചൻ ജനിച്ചതും വളർന്നതും എല്ലാം. ചെറുപ്പത്തിലെ അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്നയാളായിരുന്നു അപ്പച്ചൻ. സിനിമാ മോഹവുമായി നടന്ന അപ്പച്ചന് ആദ്യമായി ഒരു വേഷം അഭിനയിക്കാൻ കിട്ടുന്നത് 1965 ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച് സത്യൻ നായകനായ ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ്. അങ്ങനെയാണ് വെള്ളിത്തിരയിൽ അദ്ദേഹം ആദ്യമായി അരങ്ങേറിയത്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലാണ് അപ്പച്ചൻ തൻ്റെ അഭിനയത്തിലൂടെ ആരാധക ശ്രദ്ധ നേടുന്നത്. ഒരു തൊഴിലാളി നേതാവായിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചത്. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന സിനിമയിൽ വേഷമിട്ട പുന്നപ്ര അപ്പച്ചൻ അടൂരിന്റെ തുടർന്നുള്ള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ എല്ലാ സൂപ്പർ താരങ്ങളുടെ കൂടെയും അപ്പച്ചൻ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലുമാണ് കൂടുതലും അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. കന്യാകുമാരി, പിച്ചിപ്പൂ, നക്ഷത്രങ്ങളെ കാവൽ, അങ്കക്കുറി, ഇവർ, വിഷം, ഓപ്പോൾ, കോളിളക്കം, ഇത്തിരി നേരം ഒത്തിരി കാര്യം, ആട്ടക്കലാശം, അസ്ത്രം, പാവം ക്രൂരൻ തുടങ്ങിയവയാണ് പുന്നപ്ര അപ്പച്ചന്റെ ശ്രദ്ധേയമായ മറ്റു ചിത്രങ്ങൾ. മോഹൻലാലിനൊപ്പം അഭിനയിച്ച ആക്ഷൻ രംഗങ്ങളിലെ അനുഭവം പുന്നപ്ര അപ്പച്ചൻ നേരത്തെ പങ്കുവച്ചത് വളരെ രസകരമായിട്ടായിരുന്നു. ഒരിക്കലും മറക്കാനാകാത്ത ഇടി കിട്ടിയത് മോഹൻലാലിന്റെ കയ്യിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ടൈമിംഗ് തെറ്റിയ കാരണമാണ് പലപ്പോഴും അടി കിട്ടിയിട്ടുള്ളത്. അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നല്ല ഇടി കിട്ടിയത് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നാണ്. വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ നടി കനകയുമായി വഴക്ക് കൂടുന്നൊരു രംഗമുണ്ട്. അന്ന് ശരിക്കും ഇടി കിട്ടി. ഷോട്ട് എടുക്കുന്ന കൃത്യസമയത്ത് മാറിക്കൊടുത്തില്ലെങ്കിൽ ചവിട്ട് ശരീരത്തിനിട്ട് കിട്ടും. പിൻഗാമി എന്ന സിനിമയിലെ ഒരു സീനിലും സമാനമായ അനുഭവമുണ്ടായി. മോഹൻലാൽ തന്നെ ചവിട്ടുന്ന രംഗമായിരുന്നു. ടൈമിംഗ് തെറ്റിയപ്പോൾ തനിക്ക് മാറാൻ സാധിച്ചില്ല. ഇതോടെ മോഹൻലാലിൻ്റെ ചവിട്ട് തൻ്റെ നെഞ്ചിൽ തന്നെ കൊണ്ടെന്നും അപ്പോൾ തന്നെ ബോധം കെട്ട് വീണ് തുടർന്ന് മോഹൻലാലിന് ഷെയറുള്ള കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ECG ഒക്കെ എടുത്തു. അന്നത്തെ കാലത്ത് ഏകദേശം 9,000 രൂപയോളം ആശുപത്രി ബില്ലായി. പക്ഷേ തൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയില്ല എന്നും സ്നേഹം കൊണ്ടാണ് ലാൽ അങ്ങനെ ഒരു സഹായം ചെയ്തതെന്നും പുന്നപ്ര അപ്പച്ചൻ കൂട്ടിച്ചേർത്തിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.